തിരുവറ്റൂരമ്മയുടെ തിരുമുന്നിൽ എനിക്കൊരു കഥയെ അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഉത്സവ കമ്മിറ്റി അംഗങ്ങൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തട്ടെ. എന്റെ കൂടെയുള്ളത് എന്റെ അനുജത്തി ഗൗതമി ശ്രീകുമാറാണ്. എന്റെ പേര് ഗൗരി ശ്രീകുമാർ. കഥാപ്രസംഗ രംഗത്ത് ഖണ്ഡകാവ്യങ്ങൾ തുടങ്ങി വിശ്വോത്തരങ്ങളായ സാഹിത്യ സൃഷ്ടികൾ വരെ കലാസ്വാദകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള കഥാപ്രസംഗ കല എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ഉദാത്തങ്ങളിൽ നിർത്തിയിരിക്കുന്നു. കഥകളും കവിതകളും നോവലുകളും ഉപേക്ഷിച്ച് തീസിസുകളിലേക്ക് പോയിരിക്കുന്നു, പ്രബന്ധങ്ങളിലേക്ക്. ആത്മീയവാദവും ഭൗതികവാദവും തമ്മിൽ കോർത്തിണക്കി തീസിസ് കഥാപ്രസംഗ രംഗത്തെ ഒന്നിളക്കി മറിച്ചിട്ടുണ്ട്. ആ ചുവട് പിടിച്ചുള്ള കഥ ഞാനും അവതരിപ്പിക്കുന്നു. ഈ കഥ ആദ്യന്തം വിസ്തൃതം കേട്ട് നിങ്ങളുടെ വിലയേറിയ നിരൂപണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അതുണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാത്സല്യ സംഭൂജിതരെ ഞങ്ങൾ സവിനയം സമർപ്പിക്കട്ടെ. ജന്മവാസനയെ സ്വന്തം ജീവിതം നൽകി പരിപോഷിപ്പിച്ച ചിത്രകാരനായിരുന്നു രാജാ രവിവർമ്മ. ഭാരതീയ ചിത്രകലയെ നവീനപൂർണമായ വഴിത്തിരിവിലേക്ക് നയിച്ച ആ മഹാനായ ചിത്രകാരന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത മറാഠി നോവലിസ്റ്റ് ശ്രീ രഞ്ജിത് ദേശായി രചിച്ച രാജാ രവിവർമ്മ എന്ന നോവലിലെ ഒരു ഭാഗം ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. സുഗന്ധ. അവിടെ ചെറിയൊരു കുന്നിന്റെ മുകളിലായിരുന്നു ബാലികീശ്വര ക്ഷേത്രം. നേരം പ്രഭാതം. ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജനങ്ങളുടെ വല്ലാത്ത തിരക്ക്. ആ തിരക്കിൽ നിന്ന് മാറി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് മേൽക്കായിരുന്നു. ആ നിൽപ്പ് കണ്ടാൽ അറിയാം അയാൾ ആരെയോ അന്വേഷിക്കുകയായിരുന്നു. അല്ല, ക്ഷേത്രഗോപുര വാതിൽ കടന്നു വരുന്നു അതിസുന്ദരിയായ ഒരു യുവതി.